കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിധിയുടെയും സുധീഷിൻ്റെയും കല്യാണം നടത്താൻ നിധിയുടെ അച്ഛന് തീരുമാനിക്കുകയും അങ്ങനെ സുധീഷിനോട് സംസാരിക്കുകയും അവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. നിധിയും സുധീഷും ഹരീഷും നികേഷും സുഭാഷും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന ശേഷം ആ സമയത്ത് അവിടെ ഭാസ്കരൻ ഉണ്ടാവും. അപ്പോൾ സുഭാഷ് ചോദിക്കും, അച്ഛൻ എവിടെയായിരുന്നു? അച്ഛനെ വീട്ടിൽ കണ്ടില്ല, അവിടെ ഒരുപാട് തിരഞ്ഞു എന്ന് പറയണം. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവിടെ അമ്പലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ആ സമയത്ത് വീട്ടിൽ അവിടെ നിന്നാൽ മതിയോ എന്ന് പറയാണ്. ഭാസ്കരന് സുധീഷിനോടും അതുപോലെ നിധിയോടും പറയുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നു, താലി കെട്ടാനുള്ള സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കാൻ പറയുകയാണ് ഭാസ്കരൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിധിയുടെ അച്ഛനും ചേട്ടനും അമ്മയും നിധിയുടെ ഏട്ടത്തിയമ്മയും വരുന്നത്. ആ സമയത്ത് ഭാസ്കരൻ ചെന്ന് നിധിയുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ വരാം, നിങ്ങൾ നടക്കൂ എന്ന് പറയണേ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്നും പോയ ശേഷം നിധിയുടെ അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തോട്ടേക്കാണോ മകളെ കെട്ടിച്ച് വിടുന്നത്? അവൾ ഇത്രയും കാലം അവിടെ നിന്നിട്ടും അവൾക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറയണേ. ഈ അമ്പലത്തിൽ വെച്ചിട്ടൊക്കെയാണോ താലി കെട്ടുന്നതെന്ന് പറയണേ. ഇതൊന്നും ഇഷ്ടപ്പെടാതെയായിരിക്കും നിധിയുടെ അച്ഛനും അതുപോലെ ഏട്ടനും ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയും, നിങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങോട്ടേക്ക് വരൂ. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയും നിധിയെയും ഹരീഷിനെയും സുഭാഷിനെയും നികേഷിനെയാണ്. ആ സമയത്ത് സുധീഷ് നികേഷിനോട് പറയും, നികേഷ് ആ ഫാനൊന്ന് ഇട്, നിധി വിയർക്കുന്നുണ്ട്, മേക്കപ്പ് എല്ലാം പോകും എന്ന് പറയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, ഞാനതിന് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ മേക്കപ്പ് പോകാൻ എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയണം, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലേ, മേക്കപ്പ് ഇല്ലാതെ തന്നെ നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാൻ ക്യാമറക്കാരൻ വരുന്നത്. ആ സമയത്ത് ക്യാമറക്കാരൻ പറയും, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്ക്, ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും, ആരാ ക്യാമറയൊക്കെ ഏൽപ്പിച്ചത്, നികേഷ് നീയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഞാനല്ല ഏട്ടാ എന്ന് പറയണം. അപ്പോഴാണ് നിധിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാനാണ് ഏൽപ്പിച്ചത്, ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ എന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷിന് നിധിയുടെ അച്ഛനോട് വലിയ താല്പര്യമില്ലാത്തതുപോലെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയും ക്യാമറക്കാരനോട്, ഫോട്ടോകളെല്ലാം എടുക്കുക, നല്ലതുപോലെ തന്നെ എടുക്കണം എന്ന് പറയണം. അപ്പോൾ ക്യാമറക്കാരൻ പറയുന്നുണ്ട്, എടുക്കാം എന്ന് പറയണേ. അപ്പോൾ നിധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിധിയുടെ ഏട്ടത്തിയമ്മ പറയും, സൂപ്പറായിട്ടുണ്ട് മോളെ എന്ന് പറയണേ. അങ്ങനെ നിധിയുടെ ചേട്ടൻ്റെ മകള് നിധിയോട് പറയും, നിധി സൂപ്പറായിട്ടുണ്ട് നിധി ആൻറ്റി എന്ന് പറയണേ. അപ്പോൾ സുധീഷ് ചോദിക്കും, ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടിയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നീട് പറയും, സൂപ്പറായിട്ടുണ്ട്, ആൻറ്റി കണ്ടെത്തിയ ആളല്ലേ. അപ്പോഴായിരിക്കും സുധീഷ് നിധിയുടെ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് പറയും, സൂപ്പറായിട്ടുണ്ടല്ലോ എന്ന് പറയണേ. അങ്ങനെ കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് നിധിയുടെ ഏട്ടന് ദേഷ്യത്തോടു കൂടി സുധീഷിനെ തട്ടിയിട്ട് അവിടെ നിന്ന് പോകും. ഇത് കാണുന്ന നിധിക്ക് സങ്കടമാവും. പിന്നീട് സുധീഷ് ചിരിക്കും. അപ്പോൾ നിധിക്ക് സന്തോഷമാകും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്